മാൺസൂൺ സമയങ്ങളിൽ ഈ തമിഴ്നാട്ടിലുള്ള ടീം ചില ടീമുകൾ ഇവിടെ നേരത്തെ തന്നെ വരികയും ആക്രി ഈ പെറുക്കുന്ന ആളുകളായിട്ടും പോളയും മറ്റ് എവിടെയെങ്കിലും പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വേറെ പല പല ജോലികൾ ചെയ്തിട്ട് ഇരിക്കുകയും പിന്നെ റെക്കി ചെയ്യിക്കും. അതായത് ഏത് വീട്ടിൽ കയറാം, മോഷണം ചെയ്താൽ ഈസി ആയിരിക്കും, അതിൻ്റെ രക്ഷപ്പെടാനുള്ള വഴികൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റ് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ സ്ത്രീകൾ, കാരണം ഇവിടെ കോട്ടയം അതിൻ്റെ പ്രത്യേകതയാണ്. കുറേ ആളുകൾ വിദേശത്തേക്ക് പോയി മക്കൾ സെറ്റിലാവുമ്പോൾ അവരുടെ പേരൻസ് ഇവിടെ ഒറ്റയ്ക്കുണ്ട്. അതുകൊണ്ട് അതൊരു പ്രധാന കാര്യമാണ് ഇവിടെ നമ്മുടെ പോലീസിങ്. കൂടുതൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒറ്റയ്ക്കുള്ള സ്ത്രീകൾ പ്രായമായ വയോധികർ ആരൊക്കെയാണ് ലിസ്റ്റ് കയ്യിലുണ്ടാവും, പെട്രോളിങ് അത് കവർ ചെയ്തിട്ട് പോകണം. അങ്ങനെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കോട്ടയത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഈ മാൺസൂൺ സമയങ്ങളിൽ ഈ ടീം മാൺസൂൺ സമയം നല്ല മഴയാണത് കൊണ്ട് എന്ത് സംഭവിക്കണമെന്ന് ആരും ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ സാധാരണഗതിയിൽ മോഷണങ്ങൾ പെരുകുന്നതാണ്, പ്രത്യേകിച്ച് ഈ ടീമുകൾ. അപ്പോൾ നമുക്ക് അന്വേഷണത്തിൽ കുറേ വിവരം കിട്ടി. നമ്മൾ രാമപുരത്തിലുള്ള കേസും പൊൻകുന്നം പാല അതിർത്തികളിലെ ഒരു 3 കേസ് അറ്റംപ്റ്റ് ആണ്. രാമപുരത്തുള്ള ചെറിയ കേസാണ്, മോഷണം പോയി വാല്യൂ വെച്ച്. ഇവിടെ അറ്റംപ്റ്റ് ആണ്. പിന്നെ ചിങ്കമണത്തിൽ ഒരു കേസും പിന്നെ ചങ്ങനാശ്ശേരിയിലെ ഒരു കേസ് റെയിൽവേ ട്രാക്കിന്റെ അടുത്ത്. അപ്പൊ ഈ കേസുകളെല്ലാം നമ്മൾ അതത് ഡിവൈഎസ്പിമാർ എല്ലാം കൂടിയിട്ട് ഒരു ടീം ഉണ്ടാക്കിയിട്ട് കുറെ ദിവസങ്ങൾ മാസങ്ങൾ എടുത്തിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ. അന്വേഷിച്ചപ്പോൾ പ്രതി ആറിന് പിടിച്ച് പിന്നെ പിടിച്ചപ്പോൾ ഇവരെല്ലാം തമിഴ്നാട്ടിലെ തേനി ജില്ലയില്, എനിക്കിപ്പോ അതിന്റെ പേര് മറന്നുപോയി, ആ പോലീസ് സ്റ്റേഷൻ ഗ്രാമത്തിന്റെ പേര് ഓർമ്മയില്ല. അവിടെ നിന്ന് വന്ന ടീമുകളാണ്. അതൊരു വലിയ ഗ്രാമമാണ്. അവിടെ നിന്ന് പല ടീമുകൾ, അതൊരു ടീമും കർണാടകയിൽ ഒരു ടീമുണ്ട്. നമ്മൾ 2 ടീമാണ് സസ്പെക്ട് ചെയ്തത്. കർണാടക ടീമുള്ള ഈ ടീമിൽ നമ്മൾ ഉറപ്പുവരുത്തി അറസ്റ്റ് നടത്തിയപ്പോൾ തന്നെ ബാക്കി എല്ലാ പ്രതിയും, ഒരാൾ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ബാക്കി എല്ലാ പ്രതിയും, ഒന്നുക്ക് കൂടുതൽ പ്രതികൾ ഉള്ളതാണ്, എല്ലാം മുങ്ങിക്കളഞ്ഞു. അപ്പോൾ മുങ്ങിക്കളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഇവരെല്ലാം പിടിക്കണം. അതും ഒരു സൈഡിലുള്ള കാര്യമാണ്. പിന്നെ ഇനി ഇവർക്കൊരു ധൈര്യമുണ്ട്, ഇവരുടെ നാട്ടിലെ ഒരു ആരും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നൊരു ധൈര്യമുണ്ട്. അവിടെ പോയാൽ നമുക്ക് അവരെ പിടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഒന്നുമില്ല. CRPC ഇപ്പോ BNSS അല്ലെ, ഈ പറയുന്ന നിയമങ്ങൾ രാജ്യം മുഴുവൻ ഒന്നാണ്. തമിഴ്നാട് പോലീസ്, കേരള പോലീസിന്റെ പേര് മാത്രമേ, നിയമം ഒന്നാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു കേസായി കഴിഞ്ഞാൽ ആ പ്രതികളെ എനിക്ക് രാജ്യത്തിലെ എവിടെ വേണമെങ്കിലും പോയി പിടിക്കാം. എന്നെ തടയാനുള്ള അധികാരം ആർക്കില്ല. അത് എനിക്ക് ഉത്തമ ബോധമുള്ള ഓഫീസറാണ്. അതൊക്കെ നിങ്ങൾ ഒരു പോലീസ് 2 പോലീസ് പോയാൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞ് എത്ര പേര് വേണം, DYSP തന്നെ പോകാൻ പാടില്ല. ഒരു ഇൻസ്പെക്ടർ, DYSP ഒരു 15 പോലീസ് സംഘടനയാണ് വിത്ത് യൂണിഫോം, ആംസ് കൊടുത്ത്, ഫയർ ആംസ് കൊടുത്ത്, തോക്ക് കയ്യിൽ കൊടുത്തിട്ട് ബസ് അറേഞ്ച് ചെയ്തിട്ട് ഈ പ്ലാൻ മുഴുവൻ നേരത്തെ തേനി SP-ക്ക് ഞാൻ ഔദ്യോഗികമായിട്ട് കടദാസം മുഖാന്തരം ഞാൻ അറിയിച്ച് ആ നാട്ടിൽ പോയിട്ട് എല്ലാ വീടുകളും ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രതികൾ പിടിക്കും. കാരണം അവിടെ തന്നെ പ്രശ്നങ്ങളായി. ഇങ്ങനെ കേരള പോലീസ് വന്നിട്ട് ഇവിടെ ഇതുപോലെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും തള്ളാനോ അടിക്കാനോ, നമ്മൾ പോയി പരിശോധിക്കുകയാണ് എല്ലാ വീടുകളിലും. അപ്പൊ അവിടുത്തെ പോലീസ് എന്നെ തടയാൻ പറ്റുക. പിന്നെ സാധാരണഗതിയിൽ പറയുന്നത് ഇത് ഒരു കോളനിയാണ്, അല്ല ഇത് ഇവിടെ ഈ മേഖലയിൽ നമുക്ക് അങ്ങനെ കയറി പ്രതി പിടിക്കാൻ പറ്റില്ലെന്ന് സാധാരണഗതിയിൽ നമ്മളുടെ അനുഭവങ്ങളാണ്. ഞാൻ പറഞ്ഞ് ഒരാൾ പോയാലും പ്രശ്നം, നമ്മൾ 100 പേര് പോവാം. ഞാൻ പറഞ്ഞു 15 പറ്റില്ലെങ്കിൽ അടുത്ത 15 റെഡിയാണ്, ഞാൻ അയക്കാം അടുത്ത ബസ്സിലായി. എനിക്ക് പ്രശ്നം അവനെ കിട്ടണം പ്രതി. ഇല്ലെങ്കിൽ അതിന്റെ എവിഡൻസ് മുഴുവൻ അവിടെ നിന്ന് കളയ്ക്കുക. അല്ലാതെ നമ്മൾ ഗ്രാമത്തിൽ കയറാൻ പറ്റില്ല, നമ്മളെ ആരെയും തടയാൻ പറ്റില്ല. അപ്പൊ അവിടുത്തെ ക്രമസമാധാനം തകർന്നു പോയതില്ലേ അർത്ഥം. ഒരു സ്റ്റേറ്റ് പോലീസ് അവിടെ പോയി ഒരു നിയമപ്രകാരം ഒരു അന്വേഷണം നടത്താൻ പറ്റില്ലെങ്കിൽ, അപ്പൊ ഞാൻ ലെറ്റർ എഴുതി. അപ്പൊ അവിടുത്തെ ലോക്കൽ പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഔദ്യോഗികമായിട്ടെല്ലാം ചെയ്തു. കാരണം പിന്നെ അവർ പരാതി പറയും, സ്ത്രീകളെ ഉപദ്രവിച്ച് ഇല്ലീഗലായിട്ട് വീട്ടിൽ അകത്ത് കയറി പറയും. അപ്പൊ നമ്മൾ എല്ലാ മെറ്റിക്കുലസ് പ്ലാൻ സംഘത്തിലിട്ട് അതിന്റെ എഫക്ട് കൂടുതലാണ്. നിങ്ങൾ ഈ വർഷം മാൺസൂൺ സമയത്തിൽ നിങ്ങൾ നോക്കിയാലും വലിയ മോഷണങ്ങൾ, ചെറിയ മോഷണങ്ങൾ ഭണ്ഡാരം പൊടിക്കുകയും അത് സ്വാഭാവികമായിട്ട് മാൺസൂൺ സമയങ്ങളിൽ നടക്കുന്നത്. അതല്ലാതെ മേജർ മോഷണങ്ങൾ ഈ ജില്ലയിൽ ഒന്നും സംഭവിച്ചില്ല. ആ ടീമുകൾ മുഴുവൻ കേരളം തന്നെ വിട്ട്, ഇപ്പൊ കേരള പോലീസ് അതിന്റെ പിന്നിലുണ്ട്. ഇവരെല്ലാം ഐഡന്റിഫൈ ചെയ്തതിന് മനസ്സിലാക്കിയിട്ട് ആ സ്ഥലം തന്നെ വിട്ട് വേറെ സ്ഥലത്തും മാറിപ്പോയി. അവരുടെ ഓപ്പറേഷൻ അവിടെ ഒരു തെറ്റും ചെയ്യില്ല, അവർ ഇവിടെ വന്നിട്ടാണ് ചെയ്യും. അതൊരു നല്ല ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. അതാണ് പോലീസിങ് ഒന്നൊന്നും നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അത് എങ്ങനെ ഡീൽ ചെയ്യുന്ന റിസർച്ച് നടത്തുക, പിന്നെ എന്താ കീഴുദ്യോഗസ്ഥരോട് സംസാരിക്കുക, അവരുടെ ഐഡിയാവും കേട്ടിട്ട് നമ്മൾ
പ്രവർത്തിക്കുക. അല്ലാതെ എല്ലാത്തിനും ഉത്തരം നമ്മൾ എപ്പോഴും ഉണ്ടാവില്ല. നിയമം ഒന്നും മാറാൻ പോകില്ല, നിയമം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അത് നടപ്പിലാക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് അത് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടല്ലേ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അങ്ങനെ കുറെ നല്ല അനുഭവം കിട്ടി കോട്ടയത്തിൽ.